അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വാഗതം. നല്ലൊരു പ്രഭാതം. വൈപ്പടി ഞങ്ങളുടെ നാടാണിത്. ഇതെൻ്റെ ചെറിയൊരു ഷോപ്പാണ്. ഈ പ്രഭാതം നല്ലൊരു വൈബ് തോന്നി. അതങ്ങോട്ട് ഇറങ്ങിയത്. നല്ല കോടമഞ്ഞുണ്ട്. അവിടെ കുട്ടികൾ കളിക്കുന്നിടത്തുനിന്ന് വിളിച്ചു വരിയെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് പോയി നോക്കാം. ഞങ്ങളുടെ നാടിൻ്റെ ഭംഗി, ഒരു പ്രഭാതം. ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. എന്താ ഉഷാർ അതിരാവിലെ. പ്രഭാതങ്ങളെന്നും മനോഹരമാണല്ലോ. സുബഹിക്കേഷം ഉറങ്ങിയാൽ ഇതൊന്നും കാണൂല. നോമ്പ് നോറ്റ് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് മോശപ്പെട്ട കാര്യമാണെന്നാണ് ഉസ്താദന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം. ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ ഞാൻ പോണത്. അൽഹംദുലില്ലാ. ഏതാ മഞ്ഞ്, ഷാറ് മഞ്ഞ്, അടിപൊളി കുന്ന്. ആരൊക്കെ? അസ്സലാമു അലൈക്കും. ഇവിടെ എന്താ പരിപാടി? നിങ്ങൾ കളിക്കുന്നില്ലേ? ഇതാരൊക്കെയാ? സെന്തിയിൽ, ലുക്മാൻ, ഷമീൽ, സൽമാൻ, സിനാൻ. നമുക്ക് കളിയാണ് അല്ലേ? എല്ലാം കാണുന്നുണ്ടോ? മിസ്റ്റർ ഗോളി പേര് പറയൂ. സലാഹുദ്ദീനാണ് നമ്മൾ ഗോളിട്ടോ. ഒമ്പം ഗോളിയാ. അവർ കളി തുടരട്ടെ. ഒരു ഭാഗത്ത് കളിയുടെ രസമാണ്. രാവിലെ തന്നെ കുട്ടികളുടെ കായിക ക്ഷമതയൊക്കെ നല്ലതാണ് കളിയൊക്കെ രാവിലെ. ഞാൻ ആലോചിക്കുന്നു, ഈ കുട്ടികൾ വൈകുന്നേരം ആകുമ്പോൾ ക്ഷീണിച്ചു പോകുന്നതാണ്. അതൊന്നും ഇല്ലായിരിക്കും അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ കാണാം പിള്ളേർ രാവിലെ ഇറങ്ങി കളിക്കുന്നത്. ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. ചിലപ്പോൾ ഈ കളിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കും ഭാവിയിൽ നമ്മുടെ നാടിൻ്റെയൊക്കെ വലിയ എന്താ പറയുക കായിക താരങ്ങളും അഭിമാനങ്ങളൊക്കെ ആയി മാറുന്നത്. അള്ളാഹു നല്ല മക്കളാക്കി കൊടുക്കട്ടെ. എന്തായാലും ഞാനിങ്ങനെ നടക്കുകയാണ് വെറുതെ.
നമ്മൾ വ്ലോഗ് അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനത്തെ പ്രഭാതങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കണം. രാവിലെ നോമ്പൊന്നും മറ്റ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും കാണില്ല. അപ്പോൾ ഏതായാലും സുബി നേരം വെളുക്കുന്നതിന് മുമ്പ് ഏതായാലും ഉറങ്ങാൻ പാടില്ല, അതാണ് നല്ലത്. പണ്ഡിതന്മാരൊക്കെ അത് പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നാട്ടിലേക്കൊക്കെ ഇറങ്ങി നല്ലതൊക്കെ ഇങ്ങനെ കണ്ട് ഒരു പത്രമൊക്കെ എടുത്ത് വായിച്ച് കുറച്ച് അറിവുകളൊക്കെ നേടി ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ജോലിക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇങ്ങനെ നടക്കുന്നതൊക്കെ നല്ലതാണ്. ഒരു ജോഗിങ്ങൊക്കെ നല്ലതാണ്. നോമ്പാണെന്ന് വിചാരിച്ച് എല്ലാ വ്യായാമങ്ങളും എല്ലാം ഒഴിവാക്കാനൊന്നും പാടില്ല. ഒക്കെ വിട്ടുപോകാതെ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്ത് വ്യായാമങ്ങളൊക്കെ ചെയ്ത് ശരീരം നന്നാക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായി നിങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിട പറയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയും. എല്ലാവരും പൊട്ടിക്കാം. ഓക്കെ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നമ്മളെ കുട്ടികളും ഉണ്ടാവും ഇനിയുള്ള കുറേ വീഡിയോയിൽ എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.